ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് ട്രാഫിക്കിലുള്ള ക്ലച്ച് കൺട്രോളിംഗ് ആണ്. അതായത് വണ്ടി പഠിച്ചു തുടങ്ങുന്ന ടൈമിൽ ബിഗിനേഴ്സിന് ഏറ്റവും അധികം പേടിയുള്ള ഒരു കാര്യമാണ് ഒരു ട്രാഫിക്കിൽ വണ്ടി ക്ലച്ച് കൺട്രോൾ ചെയ്ത് പതിയെ മുന്നോട്ട് നീക്കാനും ക്ലച്ച് കൺട്രോൾ ചെയ്ത് ഒരു വണ്ടിയെ പതിയെ നിർത്താനും പല ആൾക്കാർക്കും ധാരണയില്ല. എന്നാൽ ഇത് ഡ്രൈവിങ്ങിൽ നമ്മൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ട്രാഫിക്കിലുള്ള ക്ലച്ച് കൺട്രോളിംഗ് ഒരു കാരണവശാലും നിങ്ങൾ നിസ്സാരമായി കാണരുത്. ഒരു വണ്ടി നമ്മൾ ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചില സാഹചര്യങ്ങളിൽ നമുക്ക് വണ്ടിയെ കുറച്ച് വേഗത്തിൽ മുന്നോട്ടെടുക്കാനും പെട്ടെന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ വരും. ചില സാഹചര്യങ്ങളിൽ വണ്ടിയെ നമുക്ക് ഏറ്റവും സ്ലോയിൽ ക്ലച്ച് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ നിർത്തേണ്ടി വരും. ചിലപ്പോഴും നമുക്ക് ചെറിയ രീതിയിലൊന്ന് മുന്നോട്ടെടുക്കാനും പെട്ടെന്ന് നിർത്തേണ്ടതായിട്ട് വരും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ട്രാഫിക്കിൽ ഏറ്റവും മികച്ച രീതിയിൽ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ വണ്ടി ഓടിച്ച് നിങ്ങളെ കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്, ഒരു നന്നായിട്ട് വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർ ഒരു ട്രാഫിക്കിൽ എങ്ങനെയാണ് കറക്റ്റ് മെത്തേഡ് അനുസരിച്ച് ക്ലച്ച് കൺട്രോൾ ചെയ്തൊരു വണ്ടിയെ മുന്നോട്ടെടുക്കുന്നത്. ആ സെയിം മെത്തേഡ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം. ഈ സെയിം മെത്തേഡ് ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ തുടക്കക്കാരൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരു നിരപ്പ് റോഡിലുള്ള ഒരു ട്രാഫിക്കിൽ എങ്ങനെ വണ്ടി നമുക്ക് മുന്നോട്ടെടുക്കാം, അതുപോലെ തന്നെ ഒരു കയറ്റത്തോടു കൂടിയ റോഡിലുള്ള ട്രാഫിക്കിൽ എങ്ങനെ വണ്ടി മുന്നോട്ടെടുക്കാം. കൃത്യമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇതിന് നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പം ഞാനിവിടെ നിരപ്പ് റോഡിൽ എടുത്ത് കാണിക്കാം. ആദ്യം എൻ്റെ കാല് ബ്രേക്കിൽ വരുന്നു. ഇപ്പം ഞാൻ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുകയാണ്. ഇപ്പോൾ ഓൾറെഡി വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ കൊടുക്കുക. അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. ഒരു നിരപ്പത്ത് നിങ്ങൾ വാഹനം ട്രാഫിക്കിൽ എടുക്കുന്ന സമയത്ത് ക്ലച്ച് കൺട്രോൾ ചെയ്യുന്നതിനോടൊപ്പം ഒരു പൊടിക്ക് ചെറിയ രീതിയിൽ, അതായത് ചെറിയ രീതിയിൽ ആക്സിലറേഷൻ കൂടെ കൊടുത്തിട്ട് വാഹനം എടുക്കണം. ആക്സിലറേഷൻ്റെ അളവ് കൂടാൻ പാടില്ല. ഓക്കെ, നിങ്ങളെ ഞാൻ അത് കൃത്യമായിട്ടും കാണിക്കും. ഇപ്പം നിങ്ങൾ നോക്കുക, എൻ്റെ കാല് ബ്രേക്കിലിരിക്കുകയാണ്. ഇപ്പം ഞാനൊരു ട്രാഫിക്കിൽ കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം, വളരെ വേഗത്തിൽ ഹാഫ് ക്ലച്ചിന് പോയിന്റ് കണ്ടുപിടിക്കും. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഞാൻ ക്ലച്ചിൽ നിന്ന് അയച്ചിട്ട് വളരെ വേഗത്തിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നു. കണ്ടോ, പ്രോപ്പറായിട്ടുള്ള ആ പോയിന്റിലേക്ക് വന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ലേശം, അതായത് ചെറുതായിട്ട് ആക്സിലറേഷൻ കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ചെറുതായിട്ട് അത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ അയക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതുപോലെ പതിയെ മുന്നോട്ടെടുത്തു. ഇനി പതിയെ നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടുക. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് എല്ലാവരും തന്നെ ഒരു ഡ്രൈവർ ട്രാഫിക്കിൽ വണ്ടി എടുക്കുന്നത്. അല്ലാതെ ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്താൽ. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ബ്രേക്കിൽ കാല് വെക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ബ്രേക്കിൽ നിന്ന് അയച്ചിട്ട് ക്ലച്ചിൽ നിന്ന് അയച്ച് ഇങ്ങനെയല്ല എടുക്കുന്നത്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വണ്ടി എടുക്കുമ്പോൾ വണ്ടി ഓഫായി പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം ചെറിയൊരു മൂവ്മെൻറ്റ്സും കൂടെ നൽകാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അതിനെന്ത് ചെയ്യണം, ബ്രേക്കിൽ കാല് വെക്കുക, ആദ്യം ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റിലേക്ക് നമ്മൾ വരുന്നു. അത് സാവധാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഒരു നിരപ്പ് റോഡിൽ കണ്ടെത്തുക. അതിനുശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് വണ്ടി ഇതുപോലെ മുന്നോട്ടെടുക്കാനും, ഇനി പെട്ടെന്ന് നിർത്തേണ്ട ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ക്ലച്ച് ഒന്ന് ചവിട്ടി കൊടുത്തിട്ട് ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തെ ഇതുപോലെ നിർത്താനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ വേണം നിങ്ങൾ ഒരു ട്രാഫിക്കിൽ നിരപ്പ് റോഡിൽ വണ്ടി എടുക്കാനായിട്ട്. അതായത് ചെറിയ രീതിയിൽ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയച്ചെടുക്കുക. ഇനി ഒരു കയറ്റത്തുള്ള ട്രാഫിക്കിലാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളെ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇതാണ് ഡ്രൈവിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം. കാരണം കയറ്റത്തുള്ള ട്രാഫിക് എന്ന് പറയുന്നത് കുറച്ച് ശ്രദ്ധയോടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ പുറകിലേക്ക് വണ്ടി റോൾ ആകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എടുക്കാനായിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കാരണം കയറ്റത്തുള്ള ട്രാഫിക്ക്, ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുക, ഞാനിവിടെ വണ്ടി സൈഡിലേക്ക് ഒതുക്കുകയാണ്. ഇവിടെ ചെറിയൊരു കയറ്റമാണ്. ഓക്കെ, ഇവിടെ ഒരു ട്രാഫിക് ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, ഇവിടെ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് ഞാൻ വണ്ടി നിർത്തി. കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ ആദ്യം കൊടുക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. കയറ്റത്തുള്ള ട്രാഫിക്കിൽ എടുക്കുന്ന സമയത്ത്
മുന്നിലുള്ള വണ്ടി എപ്പോൾ വേണമെങ്കിലും മുന്നോട്ടെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് റെഡി ആയിട്ട് നിൽക്കണം. അതെങ്ങനെ നിൽക്കാം? അതിന് നിങ്ങൾ ഈ ബ്രേക്കിൽ കാല് വെച്ചിട്ട് ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് അയച്ചു വരിക. ഇതേ ബ്രേക്കിൽ കാല് വെക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ച് നിൽക്കുക. ആ ഒരു സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ വരും. അതാണ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ടും ക്ലച്ചിൽ നിന്ന് കാലയച്ച് ആ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കൃത്യം ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇടത്തെ കാലം ഒരു കാരണവശാലും അയക്കാൻ പാടില്ല. എന്നിട്ട് മുന്നിൽ പോകുന്ന വാഹനം എപ്പോൾ മുന്നോട്ടെടുക്കുന്നു, ആ മുന്നോട്ടെടുക്കുന്ന സെയിം ടൈമിൽ നമ്മൾ ഇവിടുന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലയക്കുകയും ചെയ്യണം. അതായത് മുന്നിലൊരു വണ്ടിയുണ്ട്, ട്രാഫിക്കാണ്, ആ വണ്ടി മുന്നോട്ട് മൂവ് ആക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇത് ഇങ്ങനെ അയച്ചെടുക്കുക. അപ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങി. ഇനി മുന്നിൽ പോകുന്ന വണ്ടി പെട്ടെന്ന് നിർത്തിയെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? ആദ്യം ക്ലച്ച് ഔട്ടിട്ട് ബ്രേക്കിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ മുന്നിൽ പോകുന്ന വണ്ടി നിർത്തിയല്ലോ. ഇനി വീണ്ടും മുന്നിൽ പോകുന്ന വണ്ടി എടുക്കുമെന്ന് നമുക്കറിയാം. അതിന് വളരെ വേഗത്തിൽ നമ്മൾ ആദ്യം ക്ലച്ചിൽ നിന്ന് അയച്ച് പതുക്കെ അയച്ചയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് മുന്നിൽ പോകുന്ന വണ്ടി എടുക്കുന്ന സെയിം ടൈമിൽ എന്ത് ചെയ്യുന്നു? നമ്മളിവിടുന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ഓൾറെഡി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്ന് നിൽക്കുകയാണ്. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്നു, ആ സെയിം ടൈമിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുന്നു. വീണ്ടും വണ്ടി നിർത്തേണ്ടി വന്നാൽ ക്ലച്ച് ചവിട്ടുക, ബ്രേക്കിലേക്ക് വരിക. കണ്ടോ? അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. മുന്നിൽ പോകുന്ന വണ്ടി എടുക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി തന്നെ നിൽക്കണം. അതിനാദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ കാല് വെച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ബ്രേക്കിൽ കാല് വെച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് നിൽക്കുക. ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, മുന്നിൽ പോകുന്ന വണ്ടി എടുത്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആക്സിലറേഷൻ കൊടുക്കുക, അതിനുശേഷം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് എടുക്കുക. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വണ്ടി കയറ്റത്ത് ഹാഫ് ക്ലച്ചിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മുന്നോട്ടെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി ഒരു വണ്ടിയെ നമുക്ക് കയറ്റത്ത് ഹാഫ് ക്ലച്ചിൽ പതുക്കെ എങ്ങനെ നിൽക്കാം, ഞാൻ അതും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ നോക്കുക, നമ്മുടെ വണ്ടി ചെറിയൊരു കയറ്റത്താണ്. ഇതേ ഞാൻ ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു, ബ്രേക്കിൽ നിന്നൊന്ന് അയക്കുകയാണ്. ഇതേ വണ്ടി ബാക്കിലേക്ക് റോളാകുന്നു, വീണ്ടും ഞാൻ ബ്രേക്ക് ചവിട്ടി നിർത്തുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കയറ്റത്തിൽ മുന്നിലൊരു വണ്ടി പതുക്കെ നീങ്ങുകയാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ വണ്ടി എങ്ങനെ നിൽക്കണം നിങ്ങൾ നോക്കുക. അതിന് നമ്മൾ ബ്രേക്കിൽ കാല് വെക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു, പ്രോപ്പർ ഹാഫ് ക്ലച്ച് പോയിന്റ് വന്നിട്ട് എന്ത് ചെയ്യണം? ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുക്കുക. മുന്നോട്ട് കൊടുത്തിട്ട് ഇതേ നമ്മൾ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് വാഹനത്തെ ഇതുപോലെ നിർത്തണം. അതായത് നമ്മൾ ഹാഫ് ക്ലച്ചിന് പ്രോപ്പർ പോയിന്റിൽ വരുന്നു, ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക. മുന്നോട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി കയറ്റത്ത് ബ്രേക്കിലാണ് നിൽക്കും. നിങ്ങൾ നോക്കുക, ഈ ഒരു സമയത്ത് നമ്മൾ ഹാഫ് ക്ലച്ചിൽ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്, അതിനാനുപാതികമായിട്ടുള്ള ഒരു ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ബ്രേക്കില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു പ്രതീതിയിൽ, എന്നാൽ അതിനനുസരിച്ച് വണ്ടി ബാക്കിലേക്ക് പോകാത്ത രീതിയിൽ നമ്മൾ ഹാഫ് ക്ലച്ചിൽ അറേഞ്ച് ചെയ്ത്, അതായത് ഇപ്പോൾ ഒരു ത്രാസ് എടുക്കുകയാണെങ്കിൽ ഒരു ത്രാസിൽ രണ്ട് ഭാഗത്ത് ഒരേ വെയിറ്റ് ഇട്ട ത്രാസ് എങ്ങനെ കിടക്കും, ആ രീതിയിൽ നമ്മൾ ക്ലച്ചിനെയും ആക്സിലറേഷനും ഇത് ഇങ്ങനെ ബാലൻസ് ചെയ്താണ് വെച്ചേക്കുന്നത്. ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിങ്ങൾ നിൽക്കുക. അതിനുശേഷം മുന്നിൽ പോകുന്ന വണ്ടി നീങ്ങി തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ അയച്ചിട്ട് ലൈറ്റായിട്ട് ചെറിയ രീതിയിൽ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയെ ഇതുപോലെ പതുക്കെ നമുക്ക് മുന്നോട്ട് നീക്കാം. ഇനി വണ്ടി സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം? ഈ ക്ലച്ച് പതുക്കെ നിങ്ങൾ താഴോട്ടൊന്ന് താഴ്ത്തി കൊടുത്തിട്ട് ബ്രേക്കിലേക്ക് ചെറിയ രീതി വരിക. അതായത് വണ്ടിയുടെ റണ്ണിങ് നിർത്താനല്ല, സ്ലോ ചെയ്യാനാണ്. നിങ്ങളെ ഞാൻ കാണിക്കുക. അതെ, ക്ലച്ച് പതിയെ താഴോട്ട് താഴ്ത്തി കൊടുക്കുന്നു. ഇപ്പോൾ വണ്ടിയുടെ റണ്ണിങ്ങിൽ തന്നെയാണ് പോകുന്നത്. ഇനി വീണ്ടും റണ്ണിങ് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ അയക്കുന്ന സമയത്ത് ലൈറ്റായിട്ട് ആക്സിലറേഷൻ പതുക്കെ മുന്നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ പതിയെ വണ്ടിയെ നമുക്ക് മുന്നോട്ട് നീക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രാഫിക്കിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ കാര്യം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഒരു ട്രാഫിക്കിൽ വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഒപ്പം ഈ ഒരു വീഡിയോ നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ പേജും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.